മഹലിന്റെ അനുസ്മരണ യോഗങ്ങളിൽ പോലും കാന്തപുരം ഉസ്താദിന്റെ തെറിയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകള്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവറുകള്, ഇങ്ങനെ തുടങ്ങി നമ്മൾ മരിച്ചുപോയവരുടെ പേരിലൊക്കെ ദുആ ചെയ്യും. കാരണം എന്താ, മരിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചത് മയ്യത്തിന്റെ ഗീബത്ത് പറയൽ വലിയ തെറ്റായ കാര്യമാണ്. എന്നാൽ ഇവർക്ക് അതൊന്നും വിഷയമല്ല. ഇവര് AP ഉസ്താദിനെ അങ്ങനെ കുറ്റം പറഞ്ഞ് പറയാത്ത എന്തെങ്കിലും വാക്കില്ല, എന്തെങ്കിലും ഒന്ന് പറയാത്ത വാക്യം. കള്ളുകൂടിയാണെന്ന് പറഞ്ഞു, വ്യഭിചാരിയാണെന്ന് പറഞ്ഞു. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ ഈ കേരളത്തിൽ എവിടെ പരിപാടികളുണ്ടെങ്കിലും ആ പരിപാടി കഴിഞ്ഞിട്ട് ഉസ്താദ് അവറുകൾ തിരിക്കുന്നത് ഉസ്താദിന്റെ വീട്ടിലേക്കല്ല, മർക്കസ് എന്ന സ്ഥാപനത്തിലേക്കാണ്. ഒരുപക്ഷെ ആ വാഹനം വരുന്നത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കാം. ആ വാഹനം മർക്കസിലേക്ക് എത്തുന്നത് ഉമ്മ സുബഹിക്ക് അല്പം മുമ്പായി കൊണ്ടാണ് വാഹനം എത്തുന്നത്. ആ വാഹനത്തിൽ ഇരുന്നിട്ട് ഉറങ്ങുന്ന ഉറക്കമാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ഒരു ദിവസം ലഭിക്കുന്ന ഉറക്കം. കുറ്റം പറയുന്നവരുണ്ടോ അറിയുന്നത്? സുബ്ഹാനല്ലാഹ്, ആ വാഹനം മർക്കസിലെത്തുന്നു സുബഹിയുടെ അല്പം മുമ്പ്. ഉസ്താദ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ചെയ്യുന്നത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സ്വകാര്യ ഇബാദത്തുകളൊന്നും ഇങ്ങനെ മൈക്ക് കെട്ടി പറയേണ്ട കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ കണ്ട ഞങ്ങളുടെ ഗുരുനാഥന്, പ്രിയപ്പെട്ടവരെ, ഇനി സുബഹി ബാങ്ക് വിളിക്കാൻ ഒരല്പസമയം കൂടെ ബാക്കിയുണ്ട്. ആ സമയത്തതാ ഉസ്താദിന് ചൊല്ലാനുള്ള ദിക്റുകൾ ചൊല്ലുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കാന്തപുരം ഉസ്താദ് അവറുകൾ അങ്ങനെ സുബഹി ബാങ്ക് വിളിച്ചാൽ മർക്കസിൽ പഠിച്ച സഖാഫിമാരിന്റെ സദസ്സിലില്ലേ, സ്റ്റേജിലില്ലേ, അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹോസ്റ്റലുകളിലെ റൂമുകളിൽ കിടക്കുന്ന ഞങ്ങളെ വിളിക്കാൻ ആ കോടിപ്പടി കയറി വരുന്ന ശൈഖുനായ ഞങ്ങളെ കണ്ടത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ അതാ സുബഹിയുടെ ജമാഅത്തിന് എല്ലാ കുട്ടികളും ഒന്നിച്ചുകൊണ്ട് മസ്ജിദുൽ ഹാമിലിയിലെ ഏറ്റവും വലിയ സുബഹി ജമാഅത്ത് നടക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയോ ഐതാമുകൾ അവിടെയുണ്ട്, എത്രയോ ഹാഫിദീങ്ങളുണ്ട്, എത്രയോ സാദാത്തുക്കളുണ്ട്, എത്രയോ മുതഅല്ലിമീങ്ങളുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളതാ അവരൊക്കെ ഒന്നിച്ചുകൊണ്ട് ആ സുബഹി ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. കാന്തപുരം ഉസ്താദ് അവറുകളും ആ സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ നിസ്കാരം കഴിഞ്ഞ്, അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികൾ 20 മിനിറ്റ് സമയം ഖുർആൻ ഓതുകയാണ്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ കയ്യിലുള്ള തസ്ബീഹ് മാല പിടിച്ച് എണീറ്റ് നടന്നു വരികയാണ്. ചൊല്ലാനുള്ള ദിക്റുകൾ ചൊല്ലുകയാ. കുട്ടികൾ ഖുർആൻ ഓത്ത് കഴിഞ്ഞ് ക്യാന്റീനിൽ ചെന്നൊരൽപ്പം കട്ടൻ ചായ കുടിച്ച് വിശാലമായ അതാ ബുഖാരി ക്ലാസിന് വേണ്ടി ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സലാം സഖാഫി എന്റെ സ്റ്റേജിലുണ്ട്, ചോദിച്ചു നോക്ക്. ബംഗാളിലെ കുട്ടികൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഗുജറാത്തിലെ മക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഇൽമ കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ ക്ലാസ്സിൽ വല്ലാഹി വല്ലാഹി കാന്തപുരം ഉസ്താദ് അവറുകൾ ഒരു മനുഷ്യന്റെ ചീത്തയും പറയാറില്ല. റസൂലുള്ളാഹിന്റെ ഹദീസാണ് അവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ക്ലാസ്സിന് വേണ്ടിയാ ഉസ്താദ് മർക്കസിലേക്ക് വരുന്നത്. ഉസ്താദിന്റെ മുന്നിലിരുന്ന് കുട്ടികൾ ബുഖാരി കേൾക്കുകയാണ്. ഉറങ്ങിപ്പോകുന്ന കുട്ടികളെ എണീപ്പിച്ചു നിന്നിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിക്കുകയാ. ആ ക്ലാസ് കഴിഞ്ഞ ശേഷം അതാ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ദുആ ചെയ്യുകയാ. കോട്ടൂരിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, മർക്കസിന്റെ പെട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ. നിങ്ങൾ നിക്ഷേപിക്കുന്ന നാണയത്തുട്ടുകൾ, ചില്ലിക്കാശുകൾ, മർക്കസിന്റെ സമ്മേളനം വരുമ്പോ മുഅല്ലിമീങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിഭവ സമാഹരണം നടത്തുമ്പോ നിങ്ങൾ നൽകുന്ന തേങ്ങയില്ലേ, നിങ്ങൾ നൽകുന്ന പച്ചക്കറിയില്ലേ, നിങ്ങൾ നൽകുന്ന അരിച്ചാക്കികളില്ലേ, ഉമ്മാ, കോട്ടൂരിലുള്ള നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ക്ലാസ് നടത്തുന്ന ഉസ്താദ് ബുഖാരി ക്ലാസ്സിൽ മറക്കുന്നില്ല.